സദ്ഗുരുഭ്യോ നമഃ. അരുണാരുണകല്ലോലകരുണാകലിതാത്മനി നരാനുഗ്രഹരൂപായ ഗുരവേ കുസുമാഞ്ജലി. കാമകൃതാധ്യഖിലദോഷമപാസ്യ രാമനാമാക്ഷരാമൃതഗണൈർഹൃദയം നിഷിഞ്ചൻ യഃ സ്വാദനുഗ്രഹപദേന ദിവം വിവേശ തം നീലകണ്ഠഗുരുപാദമനുസ്മരാമി. വിഗ്രഹേ രാമചന്ദ്രസ്യ വിലയീഭൂതചേതസാ അഹം ബ്രഹ്മേതി വേദാന്തതത്വബോധസ്വരൂപിണി വിഭൂതിമാത്രദാനേന സർവാനുഗ്രഹദായിനി ശ്രീനീലകണ്ഠശിഷ്യായ സത്യാനന്ദായതേ നമഃ. ഓം സദ്ഗുരുഭ്യോ നമഃ. ഓം ഗംഗണപതിയേ നമഃ. ഓം സംസരസ്വത്യേ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. സംപൂജ്യരായ പ്രിയ കുടുംബാംഗങ്ങളെ, ഏവർക്കും ശ്രീമദ് ഭാഗവതത്തിലേക്ക് സ്വാഗതം. ചില തിരക്കുകളും മറ്റ് സാങ്കേതിക കാരണങ്ങളാലും ഒരാഴ്ചയോളം ആയിട്ടുണ്ട്, 10 ദിവസത്തോളം ആയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. വീഡിയോ ഒന്നും ഇടാതെയായിട്ട് സമയം കിട്ടുന്നില്ല. അതുകൊണ്ടായിരുന്നു. എല്ലാവരും വീണ്ടും സദയം സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ കേൾക്കുന്നവര് നിങ്ങളുടെ സ്വജനങ്ങൾക്കും ഒക്കെ എത്തിച്ചു കൊടുക്കുക. ഇതിനോട് മമതയുള്ളവർക്ക്. അതിനോടൊപ്പം തന്നെ ഞാൻ അങ്ങനെ പൊതുവെ പറയാറില്ലെങ്കിലും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാനും കഴിയുന്നവര് അത് ചെയ്യുക. കാരണം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ, അധികം ആൾക്കാരിലേക്ക് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ അത് ഇതിൽ കൂടി പരിഹരിച്ചു പോകാൻ സാധിക്കും. ഒട്ടൊക്കെ കംപ്ലീറ്റ് എന്ന് പരിപൂർണമായിട്ടൊന്നും പറയുന്നില്ല. എന്നിരുന്നാലും ഭാഷാ ഭാഗവതം കേരളത്തില് നിത്യം കൈകാര്യം ചെയ്യുന്നതാണല്ലോ. പലർക്കും അതിന്റെ വിഷയങ്ങളോടുള്ള ഒരു താല്പര്യമുണ്ടെങ്കിലും വിഷയങ്ങളെ അറിയാൻ ചില വൈഷമ്യതകളുണ്ട്. അപ്പൊ അതിനൊരു പരിഹാരമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഭാഷാ ഭാഗവതം തന്നെ എടുത്തില്ലെങ്കിൽ ഭഗവാൻ വേദവ്യാസന്റെ മൂലഗ്രന്ഥം തന്നെ കൈകാര്യം ചെയ്തു പോയാൽ മതിയായിരുന്നു. ഭാഷാ ഭാഗവതം കൈകാര്യം ചെയ്യുന്നവരും എല്ലാം ഇതിന്റെ വസ്തുതകൾ ഉൾക്കൊള്ളുന്നില്ല. അതിന് അങ്ങനെയുള്ളവർക്ക് അതിനെ അറിയാൻ താല്പര്യമുള്ള ഒരു വിഭാഗമാണ് എന്നെ ഭാഷാ ഭാഗവതം ചെയ്യാൻ തന്നെ പ്രേരിപ്പിച്ചത്. അപ്പൊ നമുക്ക് നിങ്ങൾ കഴിയുന്നവർക്ക് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, കഴിയുന്നവരെല്ലാം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് കാലതാമസം നേരിട്ടതിൽ ക്ഷമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ശ്രീമദ് ഭാഗവതത്തിലേക്ക് കടക്കാം. നമ്മള് പറഞ്ഞു വന്നത് ഉർവശി മോഹം കൊണ്ട് ഉർവശിയിൽ ആകർഷനായിട്ട് രാജാവ് ഉർവശി ഗന്ധർവന്മാർ കൊടുത്ത അഗ്നിസ്ഥാലിയുമായിട്ട് പോകുന്നതും അഗ്നിസ്ഥാലി വെച്ചിട്ട് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ പോകുന്നതും പിന്നെ അവിടെ നിന്ന് കാലം കൊണ്ട് അദ്ദേഹത്തിന് അഗ്നിഹോത്രത്തിന്റെ ഓർമ്മ വരുന്നു എന്നും അദ്ദേഹം തിരിച്ച് അഗ്നിയെ സ്വീകരിക്കാനായിട്ട് വരുന്നതും ആ പുരൂരവസിനെ അഗ്നി വെച്ചെടുത്ത് ഒരു ആൽവൃക്ഷം കണ്ടെന്നും അതിന്റെ വേദം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉദിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് അതിന്റെ ആ അശ്വത്ഥത്തിന്റെ 3 കമ്പുകൾ മുറിച്ച് ഒന്ന് ഉത്തരാരണിയും ഒന്ന് അധരാരണിയുമായി ഒന്ന് മധ്യാരണിയുമായിട്ട് വെച്ചുകൊണ്ട് ഒന്ന് താഴത്തും ഒന്ന് മുകളിലും അതിന്റെ മധ്യഭാഗത്തായിട്ട് വെച്ചുകൊണ്ട് താഴെയുള്ളതിനെ ഉർവശിയായിട്ട് മുകളിലുള്ളവന് താനാകുന്ന പുരൂരവസായിട്ട് മധ്യത്തിലുള്ളതിനെ പുത്രഭാവനയും സങ്കല്പിച്ചുകൊണ്ട് അരണി കടഞ്ഞു എന്നും ആ അരണിയിൽ നിന്ന് അഗ്നി ഉണ്ടായി എന്നുമാണ് നമ്മൾ പറഞ്ഞു വന്നത്. ആ അരണിക്ക് നമ്മൾ ജാതവേദസ് എന്ന് പറയും. വേദസ് എന്ന് പറയുന്നത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ വേദം, വേദസ്, അറിവ് എന്നാണെങ്കിൽ ഇവിടെ ധനം എന്നുള്ള അർത്ഥമാണ്. ജാതവേദസ് ധനത്തെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മള് വൈദിക കർമ്മങ്ങൾ ചെയ്യാനും അങ്ങനെ അതുകൊണ്ട്
മറ്റുള്ള പ്രക്രിയകളെ ഹോമം ചെയ്യാനും അതുമൂലം അന്തരീക്ഷം സംശുദ്ധീകരിക്കാനും വർഷമുണ്ടാകാനും കൃഷി ചെയ്യാനും അങ്ങനെയൊക്കെ ധനം സമ്പാദിക്കാനുള്ള പല മാർഗങ്ങള് ഉള്ളതുകൊണ്ട് ജാതവേദസ് എന്ന് അതിന് പേരിട്ടു എന്ന് പറഞ്ഞു. ആ പുരൂരവസിന്റെ ഉള്ളിൽ അഗ്നി മൂന്നായി തോന്നി എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ശുഗബ്രഹ്മർഷിയോട് പരീക്ഷിച്ച് സംശയം ചോദിക്കുന്നത്. ഭഗവാൻ ആദിയിൽ തന്നെ ഉണ്ടായിരുന്നു, വേദവും ആദിയിലുണ്ടായിരുന്നു, അഗ്നിയും ആദിയിലുണ്ടായിരുന്നു. ഇത് ഇപ്പോൾ എങ്ങനെ ഉത്ഭവിച്ചു എന്നുള്ള ഒരു ചോദ്യം വീണ്ടും പുരൂരവസിൽ കൂടി പുനർഭവിച്ചു എന്ന് പറയുമ്പോൾ ആദ്യം ഉണ്ടായിരുന്നതല്ലേ എന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമായിട്ട് ആ കഥ ശ്രദ്ധിക്കുന്നവർക്കുണ്ടാകും. അതിന് മറുപടി ശുഗബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുന്നതാണ് നമ്മൾ ഇനിയും അതിന് അവലോകനം ചെയ്യാൻ പോകുന്ന കാര്യം. അതിനോടൊപ്പം അതിന്റെ ഭാഗം നമുക്ക് പാരായണം ചെയ്തും പോകാം. അപ്പം ശുഗബ്രഹ്മർഷിയോട് ആ ചോദ്യം ചോദിച്ചപ്പോൾ, ഹേ പരീക്ഷത്തെ, ബ്രഹ്മകൽപ്പത്തിന്റെ പ്രഥമ യുഗം സത്യയുഗത്തില് സർവാത്മയമായ സർവ അംഗത്തിന്റെ മയമായ സർവാങ്മുഖമായ സർവ ശബ്ദത്തിന്റെയും പ്രണിധാനമായ മൂലമായ അകാര ഉകാര മകാരങ്ങളോടുകൂടിയ പ്രണവം അന്നേ ഉണ്ട്. പിന്നെയോ നാരായണനും അന്നുണ്ട്. നാരായണൻ മാത്രമേ ഉള്ളൂ ഈശ്വരനായിട്ട് സത്യയുഗത്തില്. പിന്നെ വർണ്ണവും അന്നുണ്ട്. പക്ഷെ അന്ന് ഒരു വർണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് ഹംസന്മാര് എന്നാണ് പറയുന്നത്. കാരണം അത് കൃതയുഗമാണ്, സത്യയുഗമാണ്. കൃത്യരായ കർമ്മം ചെയ്യുന്നവരുള്ള കാലമാണ് കൃതയുഗം എന്ന് പറയുന്നു. അപ്പൊ കൃത്യരാകാൻ, ആത്മസംതൃപ്തി ഉണ്ടാകാനുള്ള കർമ്മം ചെയ്യുന്നവരായിരുന്നു. അവർക്ക് സ്വാർത്ഥമായ ചിന്തകളില്ലായിരുന്നു. അവർക്ക് മറ്റ് ഉപഭോഗങ്ങളിലൊന്നും താല്പര്യമില്ലായിരുന്നു. ജീവന്റെ ബ്രഹ്മ ലക്ഷ്യം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് അതിൽ ലയിക്കാനായിട്ടുള്ള കർമ്മം ചെയ്യുന്നവരും അതുമൂലം ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുന്നവരുമായിരുന്നു കൃതയുഗത്തിൽ. അതുകൊണ്ട് അവർക്ക് സമ്പാദിച്ചു വെക്കണമെന്നില്ല. അവരൊക്കെയും യോഗ ഈശ്വര ഐക്യത്തിനായിട്ട് പ്രവർത്തിച്ചവരായിരുന്നു. പരമാത്മ ജീവാത്മ ഐക്യം, മുക്തി എന്ന് നമ്മൾ പറയും, അതിനായിട്ട് പ്രവർത്തിച്ചവരായിരുന്നു. അവർക്ക് അത് മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അന്ന് ഈശ്വരൻ മതി, പ്രണവം ഉച്ചാരിക്കാൻ ഓംകാരം അത് മതി. പക്ഷെങ്കില് യുഗമൊന്നു മാറി ത്രേതായുഗമായിക്കുമ്പോൾ അവിടെ പ്രവൃത്തിക്ക് ബലം വന്നു. പ്രവൃത്തി ചെയ്യണം എന്നുള്ളത് അത്യാവശ്യമായി വന്നു. അതാണ് അവിടെ പറയുന്നത്. ഇപ്പോൾ ഈ ത്രേതായുഗത്തിന്റെ ആദിയിൽ പുരൂരവസന്റെ ഹൃദയത്തിൽ നിന്നും അനാദിയായ വേദത്രയവും അഗ്നിത്രയവും സൃഷ്ടമായി. വേദത്രയത്തെ പറ്റി ഞാൻ ഇതിനു മുന്നിൽ ഇതിനോട് ചേർന്ന ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. വേദത്രയം ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്ന് പറയുന്ന ഇതിൽ മൂന്നിലും പ്രതിപാദിക്കുന്നതിന്റെ എസൻസ് ആയിട്ടുള്ള ഭാഗത്തെ എടുത്തിരിക്കുകയായതുകൊണ്ട് 4 വേദമുണ്ടെങ്കിലും വേദത്രയം എന്ന് പറയുന്നു. ഈ 3 വേദത്തില് ഋഗ്വേദം, യജുർവേദം, സാമവേദം, ഇതിലാണ് അകാര ഉകാര മകാരങ്ങൾ അടങ്ങിയിരിക്കുന്നത്. ആ അകാര ഉകാര മകാരത്തോടു കൂടിയ പ്രണവത്തിനെ സാക്ഷിയായതുകൊണ്ട് വേദത്രയം എന്ന് പറയുന്നു. അതിനെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അഥർവവേദം അതിൽ പ്രതിപാദിക്കുന്ന വസ്തുക്കളെ എടുത്തതായതുകൊണ്ട് അഥർവവേദം, വേദം 4 ഉണ്ട്. വേദം ഒന്നേ ഉള്ളൂ, 4 വിഭാഗം ചെയ്തു ഭഗവാൻ വേദവ്യാസൻ എന്ന് പറഞ്ഞു. അപ്പം വേദാദികൾ അനാദികൾ തന്നെ എന്ന് ശുഗബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറഞ്ഞു. എന്നാൽ അത് അപ്രകടമായിരുന്നു. എല്ലാവർക്കും എല്ലാ ദിക്കിലും പറയാനും കാണാനും കേൾക്കാനും ഒക്കുമായിരുന്നില്ല. അതൊക്കെ പ്രകടമായിരുന്നില്ല, അപ്രകടമായിരുന്നു. ജ്ഞാനികളായിട്ടുള്ളവർ അതിനെ അറിഞ്ഞ് അതിനെ സ്വാംശീകരിച്ച് അവര് ജീവ ഈശ്വരി ഐക്യം പ്രാപിക്കുന്നു എന്നേ ഉള്ളൂ. ഇവിടെ പുരൂരവസ് അഗ്നിയെ പുത്രസ്ഥാനത്താക്കി അഗ്നിയെ കൊണ്ട് ശ്രീഹരിയെ യജനം ചെയ്തു, പൂജിച്ചു. അങ്ങനെ
ആ അഗ്നിയുടെ മാർഗത്തിൽ കൂടി പുരൂരവസ ഗന്ധർവ ലോകത്തെ പ്രാപിച്ചു. അപ്പം സ്വർഗലോകം ഉപരി ലോകങ്ങളിൽ എത്തണമെങ്കിൽ മനുഷ്യൻ എന്തു വേണം? പും എന്ന നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നത് പുത്രനാണെന്ന് പറയുന്നു. അപ്പൊ ഈ നരകങ്ങളിൽ പോകാതെ ഊർധ്വലോകങ്ങളിലേക്ക് പോകാനുള്ള അവസരമൊരുക്കിയത് അഗ്നി ആയതുകൊണ്ട് പുരൂരവസിന് അഗ്നി പുത്രഭാവേന വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. വർദ്ധിച്ചു, പുത്രന്റെ ഭാവമായി പുരൂരവസിന്റെ ഉള്ളിൽ അഗ്നി എന്നതുകൊണ്ട്. ആ അഗ്നി 3 തരത്തിലാണ് എന്ന് പറഞ്ഞു. അഗ്നിക്ക് പറയുന്ന പേരാണ് ഗാർഹപത്യാഗ്നി, ആഹവനീയാഗ്നി, ദക്ഷിണാഗ്നി എന്ന് 3 പേരുകളില് ഈ അഗ്നിയെ പ്രതിപാദിക്കുന്നു എന്ന് പറഞ്ഞു. അതുവരെ അഗ്നിയെ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കർമ്മത്തിന് എടുക്കുന്നതിന്റെ അനുസരിച്ചും സങ്കല്പം അനുസരിച്ചുമാണ് ഒരേ അഗ്നിയെ 3ആയി പറയുന്നത്. കൃതയുഗത്തിൽ അഗ്നി ഒന്നായിരുന്നു, ഇന്നും ആ അഗ്നി ഒന്നുണ്ട്. ആ അഗ്നിക്ക് ചില പ്രത്യേകതകൾ ഉള്ളത് കൊണ്ടാണ് ഇപ്രകാരം പറയാൻ കാരണം ഈ പഞ്ചഭൂതങ്ങളിൽ ഒന്നാണല്ലോ അഗ്നി. അഗ്നിക്ക് അതിന്റെ സ്വരൂപം, അഗ്നിക്ക് രൂപമുണ്ടല്ലോ. ആ രൂപം അഗ്നിയുടെ പകുതി ഭാഗം, ഇപ്പം അഗ്നി ഉള്ളത് 100% കണക്കാക്കുക. അതിൽ 50% കലർപ്പില്ലാതെ നിൽക്കും, 50% ഡിവൈഡ് ആകും. എങ്ങനെയാ ഡിവൈഡ് ആകുക? 12.5, 12.5, 12.5, 12.5 4ആയിട്ട്. അത് എന്നിട്ട് നമ്മള് പറയും ആകാശം, വായു, ആകാശാർ, വായു, വായോർ, അഗ്നി, അഗ്നി, ആപ, ആപ, ഭൂമി. പഞ്ചഭൂതങ്ങളുടെ ഒരു ക്രമം അനുസരിച്ച് പറയുമ്പോൾ ഈ കലർപ്പില്ലാതെ ഉള്ള എല്ലാ 5 ഭൂതങ്ങളും ഇങ്ങനെ തന്നെയാണ്. കലർപ്പില്ലാത്ത 50%, പകുതി 50%, കലർപ്പുള്ള 50%. കലർപ്പുള്ള 50% 12.5 എന്ന് പറയുന്നത് മറ്റ് 4ലേക്കും വ്യാപിക്കും. അങ്ങനെ ഭൂമിയുടെയും ആകാശത്തിന്റെയും വായുവിന്റെയും അഗ്നിയുടെയും ജലത്തിന്റെയും ഭൂമിയുടെയും ഓരോ ആദ്യം 50% മാറി ബാക്കിയുള്ള 50% അന്യോന്യം കലരും. അതുകൊണ്ടാണ് അഗ്നിക്ക് രൂപമുണ്ടെങ്കിലും അഗ്നിക്ക് വർണ്ണമുണ്ട്. ആകാശത്തിന് രൂപം കൊടുക്കുന്നത് നമ്മൾക്കറിയാം, ഒരു ബ്ലൂ ഷെയ്ഡായിട്ടാണ് കൊടുക്കുന്നത്. ആ 50% ഓരോന്നിന്റെയും ഗുണം തമ്മിൽ ചേരുന്നത് കൊണ്ടാണ് നമുക്ക് അഗ്നിയെ കാണാനും ജലത്തെ അറിയാനും ആകാശത്തെ അറിയാനും വായുവിനെ അറിയാനും ഒക്കെ സാധിക്കുന്നത്. ബാക്കി കലർപ്പില്ലാതെ നിൽക്കുന്ന 50% നിങ്ങൾക്ക് എത്രത്തോളം ഇതുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്നുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കലർപ്പില്ലാത്ത ഒരു ഭാഗം ഇന്നുമുണ്ട്. അത് നമുക്ക് ദൃഷ്ടിഗോചരമല്ല, നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. കാണാൻ സാധിക്കുന്ന 50% ഓരോ ഭൂതങ്ങൾക്കും ഓരോ ഗുണമുണ്ട്. ആ ഓരോ ഗുണം ഓരോ ഇന്ദ്രിയങ്ങളിൽ കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുക. ആ ഇന്ദ്രിയങ്ങളിൽ കൂടി മനസ്സിലാകാൻ പറ്റുന്ന പാകത്തിന് ഭൂതങ്ങൾ അന്യോന്യം ലയിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഓരോ ഭൂതത്തിനും ഓരോ ഗുണമുണ്ട്. അതുകൊണ്ടാണ് അഗ്നിയെയും ഇവിടെ 3ആയിട്ട് പ്രതിപാദിക്കുന്നത്. അപ്പം അഗ്നി ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, ഇന്നും അഗ്നി ഒന്നേ ഉള്ളൂ. പക്ഷെ കർമ്മത്തിന് അഗ്നിക്ക് 3 സ്വരൂപം കൊടുക്കുന്നുണ്ട്. ഗാർഹപത്യൻ, ആഹവനീയൻ, ദക്ഷിണാഗ്നി. ദക്ഷിണാഗ്നിക്ക് മറ്റൊരു പേരുണ്ട്, അന്വാഹാര്യൻ എന്നൊരു പേരുണ്ട്. പക്ഷെ നമ്മൾ പൊതുവെ എല്ലായിടത്തും ദക്ഷിണാഗ്നി എന്നാണ് പ്രതിപാദിക്കുക. അപ്പോഴ് ഇതില് ഗാർഹപത്യാഗ്നി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സംസ്കാരം അനുസരിച്ച് വിഭാഗത്തില് അഗ്നി ഏതെങ്കിലും ഒരു ഭാഗത്ത് കത്തി നിൽക്കുന്ന വിളക്കെന്നേ ഉള്ളൂ. അതിന് നമ്മൾ അഗ്നിസാക്ഷി എന്ന് പറയും. എങ്കിൽ കൂടിയും വടക്കേ ഇന്ത്യയിലൊക്കെ അഗ്നിസാക്ഷിയായിട്ടാണ് വിവാഹം കഴിക്കുന്നത്. പ്രത്യേകിച്ച് ബ്രാഹ്മൺസിനൊക്കെ നിർബന്ധമായും അവരുടെ വീട്ടില് അഗ്നിഹോത്രം ചെയ്യുന്നതാണ്. ആ അഗ്നിഹോത്രം ചെയ്യുന്ന ആ ദീപമാത്തിൽ നിന്ന് വിവാഹ സമയത്ത് ദീപം ജ്വലിപ്പിക്കും. വിവാഹത്തിന് ശേഷം അതിൽ നിന്ന് ഒരു അഗ്നിയുടെ കത്തിച്ച് ഈ വധൂവരന്മാരെ കൊടുക്കും. അവരത് കൊണ്ടുപോയി അവരുടെ വീട്ടിൽ വീണ്ടും അഗ്നിഹോത്രത്തിനുള്ള ആരംഭം ചെയ്യും. അപ്പോഴ് അഗ്നിഹോത്രത്തിനുള്ള അഗ്നി എല്ലാവരും കാത്തു സൂക്ഷിക്കുന്നതാണ്. മറ്റുള്ള അഗ്നി അങ്ങനെ കാത്തു സൂക്ഷിക്കപ്പെടുന്നില്ല. അങ്ങനെ
ഗാർഹപത്യ അഗ്നിഹോത്രത്തിനുള്ള അഗ്നി തന്നെയാണ് എടുക്കുന്നത്. പക്ഷെ അത് ഗൃഹസ്ഥൻ സൂക്ഷിക്കുമ്പോൾ, ഇപ്പോൾ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ പിറന്ന ഒരു വ്യക്തി, അദ്ദേഹം വളർന്നു, അദ്ദേഹം വിവാഹമായി, ആ കുടുംബത്തിൽ തന്റെ അച്ഛൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അഗ്നി അദ്ദേഹത്തിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ അദ്ദേഹം അത് കൊണ്ടുവന്ന് അതുവരെ അച്ഛൻ ചെയ്തിരുന്ന കർമ്മത്തെ പിന്തുടരും. അഗ്നിഹോത്രം എല്ലാ വീട്ടിൽ, പ്രത്യേകിച്ച് ബ്രാഹ്മൺസിന്റെ വീട്ടില് മുടങ്ങാതെ ചെയ്യുന്നതാണ്. ഗണപതി ഹോമവും വൈകിട്ട് ദേവീ പൂജയും സ്ഥിരമായിട്ട് മുടങ്ങാതെ ചെയ്യുന്ന ബ്രാഹ്മൺസിന്റെ കുടുംബം എനിക്കറിയാം. വൈകിട്ട് ഒരു സഹസ്രനാമം ജപിച്ച് ഒരു പൂജ, രാവിലെ ഒരു ഗണപതി ഹോമം, ഇത് ചെയ്യുന്ന കുടുംബങ്ങളൊക്കെ ഉണ്ട്. അഗ്നിഹോത്രം ചെയ്യുന്ന കുടുംബങ്ങളൊക്കെ ധാരാളം അറിയാം. അപ്പൊ ഈ അഗ്നി കെടാതെ സൂക്ഷിക്കുക. അപ്പം അഗ്നിഹോത്രത്തിൽ നിന്ന് എടുത്ത അഗ്നി തന്നെ ഗൃഹസ്ഥൻ സൂക്ഷിക്കുമ്പോൾ അതിന് ഗാർഹപത്യാഗ്നി എന്ന് പറയും. ഇത് നമ്മള് ഗൃഹസ്ഥൻ എന്നല്ല, സന്യാസികളും ഗാർഹപത്യാഗ്നിയെ സൂക്ഷിച്ച് കൊണ്ടു നടക്കാറുണ്ട്. അണയാതെ കൊണ്ടു നടക്കും. അണഞ്ഞു കഴിഞ്ഞാൽ പ്രായശ്ചിത്തമൊക്കെ ചെയ്ത് വീണ്ടും അതിനെ ജ്വലിപ്പിച്ച്, അതിനൊക്കെ വിധി പറയുന്നുണ്ട്. അങ്ങനെ അതിനെ കൈകാര്യം ചെയ്യുന്നവരുണ്ട്. പിന്നെ ആഹവനീയ അഗ്നി. ആഹവനീയ അഗ്നി പ്രതിപാദിക്കപ്പെടുന്നത് യാഗങ്ങളൊക്കെ ചെയ്യുന്ന ഭാഗത്താണ്. ആ അതിന് 3 അഗ്നികുണ്ഡങ്ങൾ ഉണ്ടാക്കും. അതില് യാഗശാലയുടെ കിഴക്കു ഭാഗത്തായിട്ട്, യാഗശാലയിൽ അഗ്നികുണ്ഡം ഉണ്ടാക്കുന്നതിൽ കിഴക്കു ഭാഗത്തുണ്ടാക്കുന്നതാണ് ആഹവനീയ അഗ്നിയുടെ സ്ഥാനം. അതിന്റെ തെക്കു ഭാഗത്താണ്, ദക്ഷിണത്തിലാണ് ദക്ഷിണാഗ്നി എന്ന് പറയുന്നത്. ഇത് ഭാഗവതത്തിൽ പറഞ്ഞതുകൊണ്ട് പ്രതിപാദിക്കുന്നതേ ഉള്ളൂ. ഈ വിഷയത്തെ കൂടുതലായിട്ട് അറിയേണ്ടവർക്ക് വിശദമായിട്ട് അതിനെ പഠിക്കേണ്ടി വരും എന്നേ ഉള്ളൂ. ഇല്ലാത്തവർക്ക് ജസ്റ്റ് ഈ ഭാഗം ഒന്ന് കേട്ട് പോയിരുന്നാൽ മതി. അപ്പൊ എന്തായിരുന്നാലും ഇങ്ങനെ ആ അഗ്നി, ഗാർഹപത്യാഗ്നി, ആഹവനീയാഗ്നി, ദക്ഷിണാഗ്നി, അന്വാഹാര്യൻ എന്ന് പറയുന്ന ദക്ഷിണാഗ്നി, ഇതിനെ 3 സ്ഥാനം യാഗത്തിന് കണ്ടുകൊണ്ട് നമ്മൾ അതിനെ പൂജിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ അഗ്നിത്രയം എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിന്റെ അടുത്ത ഭാഗത്തിലേക്ക് കടത്താം. അപ്പം അഗ്നി ഹോമം ചെയ്യുന്നത് ആ കർമാനുഷ്ഠത്താൽ സ്വർഗലോകം ഗമിക്കാൻ കഴിയും. അതുകൊണ്ടാണ് അദ്ദേഹം അഗ്നിയുടെ മാധ്യമത്തിൽ കൂടി വീണ്ടും കർമ്മങ്ങൾ ചെയ്തു എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ബാക്കി ഭാഗത്തേക്ക് കടക്കാം. ഓം എത്രയും ജ്വലിക്കുന്നോരഗ്നിസ്ഥാലിയെ കണ്ടു ചിത്തവിഭ്രാന്തിയാ നൃപൻ ഉറുവശി എന്നോർത്തുടൻ സാലിയും എടുത്തങ്ങു കാനനെ നടക്കുമ്പോൾ സാലിയും വനേ വെച്ചു തന്നുടെ ഗ്രഹം പൂക്കാൻ. അന്നല്ലോ ത്രേതായുഗമാരംഭിച്ചിതു തത്ര മന്നവനുടെ ചിത്തേ വേദങ്ങൾ 3 തോന്നി. പിന്നെ പോയി അഗ്നിസ്ഥാലിയെടുത്തു നരേന്ദ്രനും. പിന്നെ 2 അഗ്നിയെയും നിർമ്മിച്ചാൻ അശ്വത്ഥത്താൽ. തന്നെയോ അരണികൾ മധ്യത്തിൽ വെച്ചുകൊണ്ട് മന്നവൻ മഥനം ചെയ്തഗ്നിയെ ജ്വലിപ്പിച്ചാൻ. ജാതവേദാഖ്യയോടും 3 രൂപങ്ങളോടും ജാതനായഗ്നി നൃപപുത്രത്വം ഭവിച്ചുതേ. അങ്ങനെ ജാതവേദസ് എന്ന പേരോടുകൂടി അഗ്നി ഉണ്ടായി പുരൂരവസിന്റെ പുത്രനായിട്ട് ഭാവനയിൽ അല്ലെങ്കിൽ ഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ സമർപ്പിക്കുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിശോധിക്കാം.